ബന്ദിമോചനത്തിന് പിന്നാലെ തന്നെ ഗാസയിലെ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ തകർക്കുമെന്നാണ് ഇസ്രയേലിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ലല്ലേ? അവസാനിക്കാൻ പറ്റില്ല. കാരണം ഈ 20-ന സമാധാന ഉടമ്പടിയിലെ, അല്ലെങ്കിൽ ഉടമ്പടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിൻ്റെ പദ്ധതിയിൽ, കാരണം ഉടമ്പടി രണ്ടുപേരും സൈൻ ചെയ്തിട്ടില്ലല്ലോ, രണ്ടു കൂട്ടരും അകന്നു നിൽക്കുകയാണ്. ഹമാസും അകന്നു നിൽക്കുകയാണ്, ഇസ്രയേലും അകന്നു നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അനിശ്ചിതത്വമുണ്ട്. പക്ഷേ അതിലെ പ്രധാനപ്പെട്ട കണ്ടീഷനുകളെങ്കിലും നടപ്പിലാക്കി എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, വെടിനിർത്തുക, അതിപ്പോൾ തൽക്കാലം നിർത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത് ബന്ദികളെ കൈമാറുക. അപ്പോൾ ബന്ദികളെ വിട്ടയക്കുന്ന പ്രശ്നം തന്നെ ഇപ്പോൾ ഒരു വൈതരണിയിലാണ്. 7 പേരെ വിട്ടയക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 13 പേരെ എങ്ങനെ വിട്ടയക്കും, അതൊന്നും ഇപ്പോൾ ക്ലിയർ ആയിട്ടില്ല. അതുപോലെ തന്നെ 2000-ഓളം പേരെ ഇസ്രായേലിന് വിട്ടയക്കേണ്ടതുണ്ട്. അതിൽ 1700 പേര് സാധാ ബന്ദികളും യുദ്ധ തടവുകാരും ഒക്കെയാണ്. പക്ഷേ 250-ഓളം പേര് അതിതീവ്ര ക്രിമിനലുകളാണ്. ഹമാസിന്റെ പ്രസ്താവന ഉണ്ടല്ലോ, ഞങ്ങൾ അധികാരത്തിൽ ഇടപെടില്ല, അവിടെ ഒരു സംഘടനയായി പ്രവർത്തിക്കും, ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഞങ്ങൾ ഇടപെടുമെന്നാണ് ഹമാസ് പറയുന്നത്. അത്തരത്തിലല്ല അവരിപ്പോൾ പെരുമാറുന്നത്. ഹമാസ് ഇസ്രായേല് ഏതാണ്ട് ഗാസയിൽ നിന്ന് പിന്മാറി ഒരു 50% വരുന്ന ഭാഗത്തേക്ക് അവരൊതുങ്ങി, 53% അവർക്ക് പറഞ്ഞത്, അതിലൊരു 50%ത്തേക്ക് അവരൊതുങ്ങി മാറിക്കഴിഞ്ഞപ്പോൾ മാളത്തിലിരുന്ന മുഴുവൻ ഹമാസ് ഗുണ്ടകളും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആ മാളങ്ങൾ തകർക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ആ മാളങ്ങൾ തകർക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇസ്രായേലിന് അറിയാം. കാരണം ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ പോലൊരു രാഷ്ട്രവുമായിട്ട് 5 മിനിറ്റ് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഹമാസിനില്ല. പക്ഷെ അവരെന്തുകൊണ്ട് പിടിച്ചു നിന്നു? അവർക്ക് നിർണായകമായ ജനസാന്ദ്രമായ കേന്ദ്രങ്ങളിൽ, ആശുപത്രിക്ക് താഴെ, സ്കൂളുകൾക്ക് താഴെ, മോസ്കുകൾക്ക് താഴെയൊക്കെ അവർ ഈ തുരങ്കങ്ങൾ ഭംഗിയായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കി. പിന്നെ ഈ തുരങ്കങ്ങൾക്കകത്താണ് അവരുടെ ഇസ്രായേലിൻ്റെ തന്നെ ബന്ദികളെ അവർ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ആ തുരങ്കങ്ങൾ തകർക്കാൻ പൂർണ്ണമായിട്ട് പോയാൽ ഇപ്പോൾ അവർക്ക് കിട്ടേണ്ട ബന്ദികൾ കൂടി മരിച്ചു പോവുകയാണ് ചെയ്യുക. അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ ഹമാസ് ഇസ്രായേലിനെ ഏൽപ്പിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ തുരങ്കങ്ങൾ തകർക്കാൻ ഇന്നലെ വരെ പറ്റിയില്ല. ഇപ്പോൾ 7 പേര് വന്നു, ബാക്കി 13 പേരും കൂടെ വന്നു കഴിഞ്ഞാൽ ഹമാസ് എന്നല്ല, ലോകത്തെ ഏത് സമാധാന ഉടമ്പടിക്ക് നീങ്ങുന്നവരും ആദ്യം ശ്രമിക്കുക ഈ മാളങ്ങൾ, ഈ തുരങ്കങ്ങളെല്ലാം അടയ്ക്കുക എന്നുള്ളത്. കാരണം തുരങ്കത്തിനകത്ത് ഉഗ്രൻ സജ്ജീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. വെടിക്കോപ്പുകൾ, വർഷങ്ങളോളം അവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എല്ലാം അവർ അതിനകത്ത് തയ്യാറായി. അതുകൊണ്ടാണ് ഈ 2 വർഷമായിട്ടും 5 മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ വാറിന് 2 വർഷമായിട്ടും സമാപനം ഉണ്ടായില്ല. ഏത് ഇസ്രായേലിനെ പോലൊരു രാഷ്ട്രത്തിന് എല്ലാം കണക്ക് കൂട്ടി ആക്രമിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രത്തിന് അവരെ കീഴ്പ്പെടുത്താൻ, ഹമാസിനെ കീഴ്പ്പെടുത്താൻ കഴിയാത്തത് ഈ തുരങ്കങ്ങൾ തന്നെ. അപ്പോൾ ഇത് തകർത്തല്ലാതെ ഇസ്രായേലിന് യഥാർത്ഥ സമാധാനം കിട്ടില്ല. കാരണം ഇത് നാളെ ഇതിനകത്ത് കയറിയിരുന്ന് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. അല്ല, പക്ഷേ ഈ സമാധാന ഉടമ്പടി പൂർണ്ണമായിട്ടും നടപ്പിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറാവണം. അവരിപ്പോൾ ആയുധമായി നിൽക്കുക. 7000 പേരാണ് ആയുധമായിട്ട് നിൽക്കുന്നത്. അവരുടെ തന്നെ ജനതയെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തൻ ഇസ്രായേലിന് അനുകൂലമായിട്ട് സംസാരിച്ചു പോകരുത്, പറഞ്ഞു പോകരുത്, പ്രതികരിച്ചു പോകരുത്. ഈ സമാധാനം വരുത്തിയത് ഇസ്രായേലിൻ്റെ കൂടെ ശ്രമഫലമാണെന്ന് പോലും വെളിയിൽ പറയുന്നതാണ് അവരുടെ ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആരെങ്കിലുമൊക്കെ മുമ്പ് ഈ യുദ്ധം തീർക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന് അനുകൂലമായി എന്തെങ്കിലും നിലപാടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ വെടിവെച്ച് കൊല്ലും എന്നാണ് ഭീഷണിപ്പെടുന്നത്. ചിലരെയൊക്കെ തട്ടിയിട്ടുണ്ടെന്നും അറിയുന്നു. ഇതുകൊണ്ട് ആ ഗുഹകൾ ഒരിക്കലും, ഈ തുരങ്കങ്ങൾ ഒരിക്കലും അവിടെ നിൽക്കാൻ പാടില്ല. നിന്നാൽ ഇനിയും ഹമാസ് അവിടെ വലിയ താവളങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുക തന്നെ ചെയ്യും. ഈ ഹമാസിന്റെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ 60,000-ത്തിലധികം പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. എന്നിട്ടും ഈ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോൾ വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ അതിന്റെ പുറകെ ഓടുന്നു, സ്ത്രീകൾ അവരെ ആശംസകൾ അറിയിക്കുന്നു. അതെന്താ അവിടുത്തെ ജനങ്ങൾ പഠിക്കുന്നില്ലേ? ഒരു പരിധി കഴിഞ്ഞാൽ ഭീതിയിലാണ്, മനസ്സിലായില്ലേ? അവർ ഭീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങൾ ബ്രിട്ടീഷുകാരോടൊപ്പമാണ് നിന്നിരുന്നത്. അത് കാരണം ഭയമാണ്. ഡിവൈഡ് ആൻഡ് റൂൾ മാത്രമല്ല, അല്ലെങ്കിൽ ആനുകൂല്യം, കൂടെ നിന്നാൽ ആനുകൂല്യം കൊടുത്ത് സംരക്ഷിക്കും, എതിർത്താൽ വെടിവെച്ച് കൊല്ലും.
ഇതാണ് അവരുടെ നയം. അപ്പം അതുകൊണ്ട് ചിലരൊക്കെ അങ്ങനെ അഭിനയിക്കുന്നത് കൂടിയാണ്. എല്ലാവരും പൂർണ്ണമായിട്ടും സന്തോഷത്തോടു കൂടി കുറേ പേരെ അഭിനയിക്കുന്നതും കൂടെയാണ്. കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കുട്ടികളെ ഉൾപ്പെടെ നിഷ്കരണം വെടിവെച്ചു എന്നുള്ളേ എതിർത്താൽ അവർക്ക് ഇൻക്ലാബ് വിളിച്ച് അങ്ങോട്ട് നിൽക്കാനാണ് താല്പര്യം വരിക. അല്ല, ഈ സമൂഹത്തിൽ നിന്നുള്ളവരല്ലേ ഈ സൈനികരായി മാറുന്നത്? ഈ ഹമാസിന്റെ തീവ്രവാദിക്ക് കണ്ണുണ്ടോ? തീവ്രവാദിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പം മുംബൈ ആക്രമണത്തിൽ അവർ ഹിന്ദുക്കളെ മാത്രമാണ് തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുമ്പോൾ മറ്റുള്ളവരും വരും. ഒരു ബോംബ് വയ്ക്കുമ്പോൾ ഹിന്ദു മാത്രമല്ല അവിടെ മരിക്കുക. ഇന്ത്യയിൽ നടന്ന എല്ലാ തീവ്രവാദ ശ്രമങ്ങളും നമ്മൾ നോക്കിയാൽ അറിയാം. അതിൽ ഹിന്ദുവും വരാം, ക്രിസ്ത്യാനിയും വരാം, മുസ്ലിമും വരാം, പാഴ്സിയും വരാം, എല്ലാവരും വരാം അല്ലേ? അവർ തീവ്രവാദിക്ക് കണ്ണില്ല. ഹമാസ് എന്ന തീവ്രവാദ സംഘടന വളരെ കണ്ണും മൂക്കും ഇല്ലാത്ത പ്രവർത്തികളാണ് നടത്തിക്കൊണ്ടിരുന്നത്. നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പ്രവർത്തികളിൽ നിന്ന് അറിയാമല്ലോ. എന്തുകൊണ്ടാണ് ആശുപത്രിക്ക് മുകളിൽ പോലും ചിലപ്പോൾ ബോംബിടേണ്ടി വന്നിട്ടുള്ളത് ഇസ്രയേലിന്? അവിടെ മുസ്ലിം ബ്രദർഹുഡ് എന്ന് വിളിക്കുന്ന അവരുടെ രോഗികളാണ് കിടക്കുന്നത്. പക്ഷെ അതിൻ്റെ അടിയിൽ പോയി അവർ ഒളിച്ചിരുന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുകയാണ്. അപ്പോൾ അവർക്ക് അവിടെ ബോംബിട്ടേ പറ്റുള്ളൂ. ഇതിന് ആരെ അറുതി വരുത്തും എന്നുള്ളതായിരുന്നു ഇത്രയും നാളത്തെ നമ്മുടെ പ്രശ്നം. ഇപ്പോൾ ഒരു പീസ് ഡീൽ വന്നിരിക്കുന്നു. ഈ പീസ് ഡീല് നടപ്പിലാക്കുന്നതിനാണ് ഇന്ന് ഈജിപ്തിൽ കെയ്റോയിൽ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്, ലോക നേതാക്കൾ. അപ്പോൾ സാർ ഉദ്ദേശിക്കുന്ന ബന്ദികൾ പുറത്തു വന്നാൽ മറ്റൊരു ആക്രമണം ഉണ്ടാകാം. ബന്ദികൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഹമാസ് വീണ്ടും തോക്കുമായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആക്രമണം ഉണ്ടാവും. അത് ചിലപ്പോൾ ട്രംപിൻ്റെ ഭാഗത്ത് തന്നെ വന്നുകൂടായില്ല. കാരണം ട്രംപ് ഇപ്പം ഇസ്രായേലിനെയാണ് കണ്ണുരുട്ടുന്നത്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിപ്പോൾ എല്ലാവരെയും ഒന്നും വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ ആദ്യം 1700 പേരെ വിട്ടുകൊടുക്കാം, ബാക്കി 2250 വരുന്ന തീവ്ര ജീവപര്യന്തം നിന്നും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ക്രിമിനലുകളെ പെട്ടെന്ന് വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ട്രംപ് കണ്ണുരുട്ടി. അത് പറ്റില്ല, എല്ലാവരെയും നിങ്ങൾ റെഡ് ക്രോസിന് കൈമാറണം. 1950 വരുന്ന ജനത്തെ മുഴുവൻ ആ ടീമിനെ മൊത്തം ഗാസയിലേക്ക് വിടാനായിട്ട് റെഡ് ക്രോസിന് കൈമാറണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതേപോലത്തെ ഒരു നയം ട്രംപിന്, അതിനേക്കാൾ കടുത്ത നയം, ഇത് ഒരു സൗഹൃദ രാഷ്ട്രമാണ്, സഹോദര രാഷ്ട്രമാണ് എന്നുള്ള രീതിയിലാണ് ഇസ്രയേൽ നിൽക്കുന്നത് അല്ലേ? ഹമാസിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു പ്രശ്നം ട്രംപിനില്ല. ട്രംപിന് അതിനേക്കാൾ തീവ്രമായിട്ട് നിലപാടുകൾ എടുക്കാൻ, ഹമാസിനെതിരെ നിലപാടെടുക്കാൻ കഴിയും. അങ്ങനെ നിലപാടെടുക്കുമ്പോൾ സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങൾ എതിർത്താൽ അത് എതിർക്കേണ്ട കാര്യമില്ല എന്ന് പറയാനും അവർക്ക് കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.